മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. ഈ ഗോവർദ്ധനപുരത്തിന് ഇപ്പോ ഗോവർദ്ധനപുരത്തപ്പന്റെ കാവലില്ല. നാടിനൂടെയോണില്ലെങ്കിൽ അനർത്ഥങ്ങളുണ്ടാവും. ഈ ഭ്രാന്തനിക്ക് അതിന്റെ ദൃഷ്ടാന്തം നിങ്ങളിപ്പോ ഈ കുളത്തി കണ്ടത്. പിന്നെ തിരുമേനി പേടിച്ചു പോയോ ഈ ഭ്രാന്തന്റെ വാക്കാനിട്ടാ? മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ക്ഷേത്രമുറ്റത്ത് പോലും അക്രമികൾ എത്തിയിരിക്കുന്നു. എന്താ കാര്യം? ഭഗവാൻ കാവലില്ല. ശ്രീകോവിൽ ശൂന്യം. ഇനി ഒരർത്ഥങ്ങളുണ്ടാവും. ബാലാമണിക്ക് ക്ഷേത്രമുറ്റം തുറന്നു കൊടുത്തില്ലെങ്കിൽ അടുത്ത അനർത്ഥം നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും. അഹങ്കാരിയാ നിങ്ങളുടെ കൊച്ചുപോക്ക്. എന്റെ കൊച്ചുപോൾക്ക് അനർത്ഥം ഉണ്ടാകുന്നു. അത് പ്രവചിക്കുന്നത് ആരാ? അന്തവും കുന്തവും അല്ലാതെ തെക്ക് വടക്ക് കിടക്കുന്ന ഭ്രാന്തായി. ഒന്ന് പോടാ, നീ വേടാ വെച്ചിട്ടുണ്ട്. വഴിയെ അറിയും വർമ്മ. കാത്തോളണേ. വേഗം വാ അമ്മേ. ക്ഷേത്രത്തിന് പുറത്ത് ആ ബാലാമണി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. മുത്തശ്ശൻ അവളെ ഇറക്കി വിട്ടിട്ട് 2 ദിവസമായില്ലേ. കുളിച്ചു തൊഴിലും മുടങ്ങി. എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് അവളുടെ മുഖത്ത് നോക്കി പറയണം. അത്രക്ക് അഹങ്കാരം വരുന്നില്ല അവൾക്ക്. ഹനു, കൊറേ ആയില്ല അമ്പലത്തിലേക്കൊക്കെ കണ്ടിട്ട്. അതെ അതെ. എന്തൊക്കെയുണ്ട്? ഒന്ന് വേഗം വാ അമ്മേ. മോള് നടന്നോ, ഞാൻ വരാം. മോളിന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ. അയ്യോ, എന്തു പറ്റിയതാ? പേടിക്കണ്ട ചേച്ചി, കാള കയറും പൊട്ടിച്ച് ഓടിയതാ. അയ്യോ മോളെ, മോളെ മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മ, ആ കാള എന്നെ കുത്താൻ വന്നു. പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നും പറ്റിയില്ലല്ലോ. വാ വാ, നമുക്ക് പോവാം. സൂക്ഷിച്ച് വാ മോളെ. പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നുമില്ല കേട്ടോ. എന്റെ മോളെ കാള കുത്താൻ വന്നോ? അയ്യോ, എന്നിട്ട് വാ. എന്റെ മോൾക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ. സാരമില്ല. കരയില്ലേ മോളെ, കരയില്ലേ? സാരമില്ല കേട്ടാ, സാരമില്ല. എല്ലാം നമ്മുടെ ഗോവർദ്ധനപുരത്തപ്പൻ കാത്തില്ലേ. എന്ത് ആപത്ത് വന്നാലും ഗോവർദ്ധനപുരത്തപ്പൻ അതൊക്കെ തട്ടിമാറ്റും. അതെ, സാരമില്ല. വലിയ കാലക്കേടിന്നല്ലേ ഭഗവാൻ തട്ടിമാറ്റിയത്. വിട്ടിത്തം പറയല്ലേ എന്റെ തിരുമേനി. വൈദ്യപുരയിൽ ചെക്കൻ ചാവാൻ കിടക്കുക. അത്ര വലിയ അപകടം എന്താ ഭഗവാൻ തട്ടി നീക്കാത്ത? അങ്ങനെ ചോദിച്ചാ എനിക്ക് ഉത്തരം പറയാനില്ല. എന്നാ ത്രികാലിന് ഉത്തരവുണ്ട്. ആശ്രിത വത്സലന്റെ കണ്ണും മനസ്സും കലങ്ങിയിരിക്കുക. നാടിന് കാവൽ നിൽക്കേണ്ടവന് മുഖം വീർപ്പിച്ച് മാറി നിന്നാൽ ആപത്തുകൾ പട പോലെ വരും. മനസ്സിലാവുന്നുണ്ടോ തിരുമേനിക്ക്? വർമ്മയ്ക്കോ? നിന്റെ ഭ്രാന്ത് കേട്ട് നിൽക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ഒന്ന് പോയേ. കഷ്ടം. മോള് അനുഭവം ഉണ്ടായിട്ട് പഠിക്കുന്നില്ലല്ലോ. മുത്തെന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച ഈ കൈകൊണ്ട് നീ ഇവൾക്ക് വായിക്കരിടേണ്ടി വരും.
ഈ ഭ്രാന്തന്റെ വാക്ക് കേട്ടിട്ട് മോള് പേടിക്കുന്നോ? ആ ബാലമണിയുടെ വക്കാലത്തിരുന്ന് വന്നിരിക്കാവൻ പോയി അവിടുന്ന്. എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. ചത്ത് കിടക്കുന്ന കണ്ടാലേ പഠിക്കൂ. തിരുമേനി, തിരുമേനിക്കെങ്കിലും അല്പം വകതിരിവുണ്ടല്ലോ. ഭഗവാന്റെ കണ്ണു ചുവന്നാൽ മുച്ചൂട് മുടിച്ചുകളയും. തിരുമേനിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ. രണ്ടനുഭവങ്ങൾ ഉണ്ടായതല്ലേ വർമ്മ സാറേ. ഭഗവാൻ മുഷിഞ്ഞാൽ ലക്ഷണം മാറും. പരീക്ഷിക്കാൻ നിക്കണ്ട. അത് കുടുംബത്തിലുള്ളവരെ കൊലക്ക് കൊടുക്കണ്ടെന്നുകൂടി പറഞ്ഞു കൊടുത്തേ തിരുമേനി. അനർത്ഥങ്ങൾ വന്ന് കുടുംബത്ത് കയറിയാ സഹിക്കാൻ പറ്റുമോ വർമ്മ സാറിന്? അത് ഏട്ടാ തിരുമേനി, വെറുതെ പറഞ്ഞു കാട് കയറണ്ട. ആ ബാലാമണിയെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വിളിക്കണം. അതല്ലേ നിങ്ങളുടെ ആവശ്യം? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ത്രികാല ഒന്ന് പോയി വിളിക്കുക. മനസ്സിലെ ത്രികാലിന് ആവശ്യക്കാരി എന്ന് വിളിക്കട്ടെ. മോളൊന്ന് പോയി വിളിക്ക്. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ക്ഷേത്രമുറ്റത്ത് കാലുകുത്തരുത് കൽപ്പിച്ചാട് തന്നെ പോയി വിളിക്കണം. ത്രികാലനല്ല, വർമ്മയെ പോയി വിളിക്കേണ്ടത്. ആണോ? വർമ്മ സാറെ ആലോചിക്കാനൊന്നുമില്ല. ഈശ്വരകാരനുമായിട്ട് കണക്കാക്കിയാ മതി. ഒന്ന് പോയി വിളിച്ചോളുക. ബാലാമണി, ഒന്ന് നിൽക്കൂ. അതെ, നിനക്ക് ഈ ക്ഷേത്രത്തിൽ കയറിത്തൊഴാൻ പറ്റാത്തതിൽ ചെറിയ പ്രയാസമുണ്ട് അല്ലേ? ഈ ക്ഷേത്രം എന്റെ അധികാരത്തിൽപ്പെട്ടതാണെങ്കിലും പൊതുവെ ഇതൊരു ഈശ്വര കാര്യമാണല്ലോ. അപ്പോ അതുകൊണ്ട് ഞാനായിട്ട് അതിനൊരു തടസ്സം നിൽക്കുന്നില്ല. പിന്നെ കുട്ടിക്ക് എപ്പോ തോന്നുന്നോ അപ്പോ കയറി തൊഴുതോളൂ. തൊഴുതോളൂ. ഏയ് എന്തേ? സംശയിക്കണ്ട, ഞാനിത് കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. തൊഴുതോളൂ. തൊഴുതോളൂ. എന്തേ, വിശ്വാസം വരുന്നില്ലേ? ഇനിയിപ്പോ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാനിവിടെ തന്നെ നിൽക്കാം. കുട്ടി കയറി തൊഴുതോളൂ. ഇല്ല, ഞാൻ തടസ്സം നിൽക്കുന്നില്ല. തൊഴുതോളൂ. തൊഴുതോളൂ കുട്ടി. എങ്ങോട്ടാ? ക്ഷേത്രത്തിലേക്ക് എന്നോട് കയറി തൊഴുതോളാൻ വർമ്മ സാർ പറഞ്ഞു. അത് ഇയാള് നിന്നോട് കാണിക്കുന്നത് ദയാണെന്ന് നീ കരുതും. എന്നാ അതല്ല സത്യം. ഇയാള് ദയയല്ല, നിവർത്തികേട്. ബാലാമണിയെയും ഈ ക്ഷേത്രത്തിൽ തൊഴണ്ട. ത്രികാലമാമ, ക്ഷേത്രത്തിൽ ഭഗവാനില്ല. അതിന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും കണ്ടില്ലേ? കുളത്തിൽ ബോധമറ്റ് കിടന്നതും വർമ്മയുടെ കൊച്ചുമോൾ അപകടത്തിൽപ്പെട്ടതും ഒക്കെ. ഭഗവാനിനി ശ്രീകോവിൽ കയറണമെങ്കിൽ ബാലാമണി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം. അതിനുവേണ്ടി ഇയാൾ നിന്നെ വിളിച്ചത്, അല്ലാതെ നിന്നോട് ദയ കാണിച്ചൊന്നുമല്ല. അല്ല മോളെ, നിനക്ക് 41 ദിവസം കുളിച്ചു തൊഴൽ വഴിപാട് പൂർത്തിയാക്കണമെങ്കിൽ മാത്രം മതി. അല്ലെ പിന്നെ ഞാൻ വെറുതെ അല്ല. അപ്പോഴും അഹന്ത ഉപേക്ഷിക്കാൻ വർമ്മയ്ക്ക് വയ്യ. ഇങ്ങനെ പറഞ്ഞാലൊന്നും ബാലാമണി ക്ഷേത്രത്തിനുള്ളിൽ കയറത്തില്ല. ഇത് എങ്ങനെ പറയണാവോ? ഇതിപ്പോ നിങ്ങളുടെ ആവശ്യമാ. അതുകൊണ്ട് വർമ്മ ഇവളോട് അപേക്ഷിക്കണം. ക്ഷേത്രത്തിൽ കയറണം ബാലാമണി എന്ന്
നിങ്ങൾ കൈ കൂപ്പി അപേക്ഷിക്കണം. ഓ, കൈകൂപ്പിട്ട് ആ പ്രാന്ത. ഞാനൊന്ന് തല താഴ്ത്തി തന്നു കരുതി എന്റെ തലയെ കയറി ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് അയക്കല്ലേ. അനുസരിച്ചില്ലെങ്കിൽ, ഭഗവാൻ വീണ്ടും ശ്രീകോവിലിനുള്ളിൽ കയറിയില്ലെങ്കിൽ വഴി കണ്ട അപായം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. ഉറ്റവരുടെ ചോര കണ്ട വർമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ദേ, ഞാൻ ശരി ശരി, ഞാൻ അങ്ങ് തോറ്റു തരാം. എന്നാ ഭ്രാന്തന് സന്തോഷാവോ? ബാലാമണി തമ്പുരാട്ടി, അടിയങ്ങളോട് പുറത്ത് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ഒന്ന് തൊഴുതു തരണം. അടിയങ്ങളുടെ ഒരു അപേക്ഷയാണ്. എന്താടാ പോരെ? മതി മതി. നിങ്ങളുടെ ഈ പതരം കാണാൻ ചുറ്റും ആളില്ലാത്തൊരു വിഷവും മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ. വാച കടിക്കാതെ വടി മാറ്റാം. തമാശ പറഞ്ഞാലും മനസ്സിലാവാത്ത ഭ്രാന്തൻ. എന്നാലും തോൽവി അങ്ങോട്ട് സമ്മതിക്കരുത് ഒരു വർമ്മ. കേറിക്കോ. മുത്തശ്ശി, അമ്പലത്തിനകത്ത് കയറി തൊഴുതോടാൻ വർമ്മസാർ എന്നെ അനുവദിച്ചു. എല്ലാം ഭഗവാൻ നടത്തി തന്നാന്ന് കരുതിക്കോ. മോള് ഭഗവാനെ തൊഴുതോളൂ. पूजित कमलज वन्दित कमला सेवित केशवरे विबुध विमोचन भय भय भंजन भक्ता भयकर कृष्ण हरे त्रिभुवन मोहन दिति सुत कंदन नंद सुनंदन यादव रे जय जय हे करुणाकर श्रीधर वंशीधर परिपालय रे जलधर श्यामल फलधर बांधव गोवर्धन माधव रे गोप गोप विबोधन रंजन गोधन रक्षण अच्युत रे चतुर्भुज कंसारे जय जय हे करुणाकर श्रीधर वंशीधर परिपालय रे കൃഷ്ണ, എല്ലാരും ഉള്ളിലേക്ക് നോക്കുക. വിഗ്രഹത്തിനടുത്ത് കത്താണ്ടിരുന്ന വിളക്കുകളെല്ലാം താനെ തെളിഞ്ഞിരിക്കണു. ആ എന്റെ കൃഷ്ണ, വർമ്മ സാറേ, ശ്രീകോവിലേക്ക് നോക്കിയാട്ടെ, വിളക്കുകളെല്ലാം താനെ തെളിഞ്ഞിരിക്കണു. ഭഗവാന്റെ മുഖപ്രസാദം വർദ്ധിച്ചിരിക്കണു. ആ ഇനിയിപ്പൊ അതും ഈ പെണ്ണിവിടെ വീണ്ടും വന്ന് തൊഴുതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നായിരിക്കും തിരുമേനി പറഞ്ഞു വരുന്നത് അല്ലേ? ആ, കൊള്ളാം കൊള്ളാം.
ഇനിയിപ്പോ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് ഈ പീക്കിരി പെണ്ണിനെ ഒരു ഉപദേവതയാക്കി ഈ ക്ഷേത്രത്തിനകത്ത് കുടിയിരുത്തുമെന്നാ തോന്നുന്നത്. ഉപദേവത. കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടേ പഠിക്കൂ. അയ്യോ, എന്ത് കണ്ടു എന്നാ പറയുന്നത്? നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, ഞാനായിട്ട് വിസ്തരിക്കണോ? എന്ത്? ഓ, ആ ചെക്കന് ബോധമില്ലാതെ കുളത്തിൽ കണ്ടതായിരിക്കും സൂചിപ്പിക്കുന്നല്ലേ? അതെ, ഞാനൊരു കടലാസ് എടുത്ത് 4 വരി എഴുതിയാൽ കൊടുത്താൽ മതി. ആ ത്രികാലിനെ പോലീസുകാർ തൂക്കിയെടുത്തോണ്ട് പോകും. കണ്ടോ? കുറ്റം ത്രികാലന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പുറപ്പാടാണോ വർമ്മ സാറേ? ആ, അതാണ് സത്യം. ആ ചെക്കന്റെ തല തല്ലി പൊട്ടിച്ച ആ കുളത്തിൽ കൊണ്ട് കിടത്തിയത് ആരാ? ത്രികാലനാ. എന്തിനാ? ഭഗവാന്റെ കോപമാണെന്ന് വരുത്തി തീർക്കാൻ. എന്നാലല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഈ പെണ്ണിനിവിടെ കുടിയിരുത്തി പൂജിക്കാൻ പറ്റൂ. കൊച്ചുമോളെ കാള വരട്ടിയതായി ഇവിടെ ചിലര് പറയുന്നത് കേട്ടു. കാളയായി വന്നതും ത്രികാലനായിരിക്കും അല്ലേ? അല്ല, അത് പിന്നെ കാള വരുന്നു വേണ്ട കുട്ടികൾ പഠിക്കില്ലേ? അതൊന്നും അറിയില്ല എനിക്ക്. നീ മിടുക്കനാ. നിനക്ക് തോന്നിയാസം കാണിക്കുകയും ചെയ്യാം, ഒരു ഉളുപ്പും ഇല്ലാതെ അത് ന്യായീകരിക്കാനും അറിയാം. ഒന്ന് നിർത്തുക. ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ച് തർക്കം വേണ്ട. എല്ലാവരും സന്തോഷത്തോടെ വന്ന് ഈ പ്രസാദം വാങ്ങിക്കുക. എനിക്ക് ചെറുതാ. ഇല്ല, ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. കാണിച്ചാണ് പറക്കണേണ്ട് ഓടുവാ. മുത്തശ്ശ, എന്തൊക്കെ ചെയ്താലും ഒടുവിൽ ആ ബാലാമണിയെ ജയിക്കുന്നത്. വീമ്പ് പറയാനല്ലാതെ മുത്തശ്ശന് ഒന്നിനും കൊള്ളില്ല. മുത്തച്ഛന് ഒന്നിനും കൊള്ളാഞ്ഞിട്ടല്ല മോളെ. എന്റെ കുട്ടിക്കൊരു ആപത്ത് വന്നു കേട്ടപ്പോ മുത്തച്ഛന്റെ ചങ്കൊന്ന് പിടച്ചുപോയി. അതുകൊണ്ടാ. ഏറ്റവും വലുതെന്റെ ദേവമോള് തന്നെയല്ലേ. ബാലാമണിയെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കേട്ടപ്പോ ഒരു അഹങ്കാരിയും തന്റേടിയുമായ പെണ്ണിന്റെ രൂപമായിരുന്നു എന്റെ മനസ്സിൽ. ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഒരു പാവം കുട്ടി. ആര്? അമ്മയ്ക്ക് അവളെ വല്ലാതെ പിടിച്ചുപോയെന്ന് തോന്നുന്നല്ലോ. എന്നെ കളഞ്ഞിട്ട് അമ്മ അവളെ ദത്തെടുത്തോ? ഇതാ നിന്റെ കുഴപ്പം, മൂക്കത്ത കോപം. അച്ഛനെ ഇവളെ കൊഞ്ചിച്ചു കൊഞ്ചിച്ച് വഷളാക്കുന്നത്. തുടങ്ങി. ആ കാളേനെ കുത്തി കൊന്നാ മതിയായിരുന്നു. മോളെ മോളെ, അപ്പച്ചിയെ കണ്ടിട്ടും ഒരു വാക്ക് പോലും മിണ്ടാതെ പോവല്ലേ? അയ്യോ അല്ല അപ്പച്ചി, മോളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലാണ്ടായതാണല്ലോ ഞാനും എന്റെ അനിയനും തമ്മിലുള്ള ബന്ധം. മോള് മിണ്ടിയില്ലെന്ന് വെച്ച് അപ്പച്ചിക്ക് പിണക്കമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ബന്ധം ബന്ധം തന്നെയല്ലേ മോളെ? ഞാൻ പോയിക്കോട്ടെ അപ്പച്ചി. ദേവമോള് ദേഷ്യത്തിലെ പോയിരിക്കുന്നത്. ഞാൻ പോയി തടഞ്ഞില്ലെങ്കിൽ അവള് കണ്ണി കണ്ടതൊക്കെ എറിഞ്ഞുടയ്ക്കും. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ മോക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്താ അപ്പച്ചി? ഓമനിച്ചു വളർത്തിയ കുട്ടികൾക്ക് കുറുമ്പും കുസൃതിയൊക്കെ അധികമായിരിക്കും. പക്ഷെ നിന്റെ മോളുടെ കാര്യത്തില് അത് കുറുമ്പും കുസൃതിയും ഒന്നുമല്ല, നല്ല തല്ലുകൊള്ളിത്തരത്തിന്റെ അങ്ങേയറ്റമാണ്. ചെറുപ്രായമല്ലേ, ഇപ്പൊ പിടിച്ചു നിർത്തിയാ നിൽക്കും. അവളെ അവളുടെ പാട്ടിന് വിട്ടാൽ ഭാവിയിൽ കരയേണ്ടി വരും. അവള് മാത്രമല്ല, നീയും. അഹങ്കാരവും അസ്ഥിവാരം തുളച്ചു പോകുന്ന വേരും ഒരുപോലെയാ മോളെ. ചവിട്ടി നിൽക്കുന്ന മണ്ണും വീടും തകർത്തു കളയും. അപ്പച്ചി എന്ന അധികാരത്തിൽ തന്നെയാ ഞാൻ മുന്നറിയിപ്പ് തരുന്നേ. മുളയില്ലേ നുള്ളിയില്ലെങ്കിൽ അവക്ക് മാത്രമല്ല നിനക്കും കേടാ. മുത്തശ്ശി, മുത്തശ്ശി, വർമ്മസാറ് കൈനീട്ടിട്ടും തിരുമേനി എനിക്ക് ആദ്യം പ്രസാദം തന്നത്. അത് പാടില്ലായിരുന്നു. എത്ര വലിയ ആളാ വർമ്മസാറ്, ആ ബഹുമാനം കൊടുക്കണ്ടേ? ഞാൻ തൊഴാൻ വന്ന ഒരു കുട്ടി മാത്രമല്ലേ. കേട്ടില്ലേ മോളെ, ഇതാണ് ബാലാമണി.
ഇവളുടെ അഭിപ്രായത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും ചെറുത് ഇവളാ. ബാക്കി എല്ലാവരും ഒരു പുൽക്കൊടി പോലും ഇവളേക്കാൾ മുകളിലാ. ഇതാണ് എളിമ. ഈ സാധുവിനെയാ നിസ്സാര കാര്യം പറഞ്ഞ് എന്റെ അനിയനും നിന്റെ മോളും കൂടി കൊല്ലാക്കൊല ചെയ്യുന്നത്. തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം പശ്ചാത്താപം മാത്രമാണ്. ഓരോ മനുഷ്യനും അജ്ഞത കൊണ്ട് ചെയ്യുന്ന ഏത് തെറ്റുകളും പൊറുക്കാൻ പറ്റുന്നത്ര ക്ഷമയും വാത്സല്യവും നിറഞ്ഞ പവിത്ര ഹൃദയത്തിനുടമയാണ് പ്രപഞ്ചനാഥനായ ഈശ്വരൻ.